ഇവിടെ പറഞ്ഞത്, പത്മകുമാർ പറഞ്ഞത്, സാക്ഷി മഹാരാജ് ഗാന്ധിജിയല്ല ഗോഡ്സെയാണ് ദേശസ്നേഹി, കൊലയാളിയാണ് ദേശസ്നേഹി എന്ന് പറഞ്ഞ സാക്ഷി മഹാരാജ് MP ആയിട്ട് തുടരുന്നു. അതിലും ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. ഇപ്പം ഇവർ ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. മോഡിയുടെ മനസ്സിലിരിപ്പാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഡി ചെയ്യുന്നതോ ഗാന്ധിജിയുടെ ചിത്രം തന്നെ നീക്കി സ്വയം അവിടെ അവരോധിക്കപ്പെടുന്നു. എന്തൊരു അല്പത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കോട്ടിൽ പേരെഴുതി വെച്ച ആളാണല്ലോ നരേന്ദ്രമോദി. ഇപ്പോൾ സ്വയം ഗാന്ധിജിയേക്കാൾ വലിയ ആളായിട്ട് അവരോധിക്കുകയാണ്. ഇതിനു മുമ്പ് കലണ്ടറിൽ ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഗാന്ധിജിയുടെ ചിത്രം ഒഴിവാക്കി ഒരാളും സ്വന്തം ചിത്രം അവിടെ സ്ഥാപിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഇവിടെ സ്വന്തം ചിത്രം വന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. അതും ഒരു മിനിറ്റ് ഏത് മോഡിയാണ് ഈ ചർക്ക തിരിക്കുന്നത്? എന്താ ചർക്ക എന്ന് പറഞ്ഞാൽ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന് ആഹ്വാനം കൊടുത്ത് ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായി സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചതാണ്. സ്വയം ചർക്കയിൽ നൂൽനൂറ്റ് വസ്ത്രം ധരിക്കാനുള്ള ആഹ്വാനമാണ് ഗാന്ധിജി നൽകിയത്. അങ്ങനെ ഗാന്ധിജി സ്വയം നൂൽനൂൽക്കുന്നതിൻ്റെ ചിത്രമാണ്. അവിടെയാണ് മോഡി ചെന്നിരുന്ന് നൂൽനൂൽക്കുന്നത്. ഏത് മോഡിയാണ്? അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെച്ചിട്ടുള്ള കണ്ണട ബൗൾഗിരി ഇന്റർനാഷണൽ ബ്രാൻഡ്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാച്ച് മൊവാഡോ ഇന്റർനാഷണൽ സ്വിസ് ബ്രാൻഡ്, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ള പേന മോർബ്ലാങ്ക് അതും ഇന്റർനാഷണൽ ബ്രാൻഡ്, അദ്ദേഹത്തിന്റെ കോട്ട് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ അടിമുടി വിദേശത്തെ മുന്തിയ ബ്രാൻഡ്, അതെ വിദേശത്തെ മുന്തിയ ഇനം ആഗോള ബ്രാൻഡുകൾ ധരിച്ച മോഡി ഈ സ്വാശ്രയത്വത്തിന്റെ പ്രതീകമായ സ്വയം നൂൽനൂറ്റ് വസ്ത്രം ധരിക്കാൻ ആഹ്വാനം ചെയ്ത ഗാന്ധിജിയുടെ ചർക്ക തിരിക്കുന്നതിന്റെ ചിത്രത്തെക്കാൾ വലിയ അശ്ലീല ചിത്രം അടുത്ത കാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ല എന്നാലോചിക്കണം. അപ്പോ അതാണ് ഇവരുടെ ബ്രാൻഡ് സങ്കല്പം തന്നെ. അതാണ് ആഗോള എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, ഈ 94 മദനിയെയും മഹാത്മാഗാന്ധിയെയും ഒരേപോലെയാണെന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ EMSനെതിരായിട്ട് എന്താ നടപടി നിങ്ങൾ എടുത്തത്? നിങ്ങൾ എന്താ എടുത്തത്? നിങ്ങൾ മോഡി കണ്ണാടി ഫോറിനാണെന്നൊക്കെ പറയുമല്ലോ. നിങ്ങൾ തൊഴിലാളി വർഗം അല്ലല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ രാജേഷ് മദനിയും മഹാത്മാഗാന്ധിയും ഒന്നാണെന്ന് പറഞ്ഞ് കേരളത്തിൽ ലേഖനം എഴുതിയ പാർട്ടി സെക്രട്ടറിയാണ് നിങ്ങൾ. നിങ്ങൾ ഒരു നടപടി എടുത്തില്ല. അല്ല ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് പറയാം. വിശദീകരിച്ചോട്ടെ. ഞങ്ങൾ മോഡി ഫോറിൻ കണ്ണാടി ഉപയോഗിക്കും. നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണല്ലോ. കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ കൂടിയത് എവിടെയാ? ഏതെങ്കിലും ചെറിയ ഹാളിലാണോ? 15,000 രൂപ പെർ ഡേ വരുമാനമുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തൊഴിലാളി വർഗത്തെ കുറിച്ച് അതെല്ലാം അവിടെ നിൽക്കട്ടെ. അങ്ങനെ മറുപടി പറയും. ഞാനൊരു ഒറ്റ കാര്യം പറയല്ലേ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് അല്ല, ഇതെല്ലാം മറുചോദ്യങ്ങളാണ്, ഉത്തരമല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന്റെ മറുപടി പറയും. ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങൾ എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു അടിത്തറ എന്ന നിലയ്ക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ മൂല്യങ്ങളുടെ ചിഹ്നം എന്ന നിലയ്ക്കാണ് നമ്മൾ ആ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തെയും കാണുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം റീപ്ലേസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ സ്വദേശി ആ ഒരൊറ്റ വിഷയത്തിലാണ് സ്വദേശി പ്രസ്ഥാനത്തെ ഉത്തേജിപ്പിക്കാൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തി, അതിനെ മോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പേരുകളാണ്. അങ്ങനെയാണെങ്കിൽ 2005 ഈ മഹാത്മാഗാന്ധിയെ മാറ്റിയിട്ട് സാരി വെച്ചതിനാ? അപ്പോഴും മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർത്തില്ലേ? 2011 അതിന്റെ ഇംപ്ലിമെന്റ്സ് മാത്രം നൂലും മറ്റേ കുറെ ഉപകരണങ്ങൾ വെച്ചപ്പോൾ തോന്നിയില്ലേ? 2012 സീനറി മാത്രം വെച്ച് കണ്ടടിച്ചപ്പോൾ തോന്നിയില്ലേ മഹാത്മാഗാന്ധി ഇവിടെ ഉണ്ട്, മഹാത്മാഗാന്ധിയെ പൂജിക്കേണ്ടതാണെന്ന്? ഇതെല്ലാം വെറുതെ. അപ്പൊ ഇതും അതുമായി ശ്രീ എം പി രാജേഷ്, ഇതെല്ലാം നരേന്ദ്രമോദിയെ നേരിട്ട് കുറ്റപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. മോദിയോട് വല്ലാത്ത ഭക്തി തോന്നുന്ന ഉദ്യോഗസ്ഥരുണ്ടാവാം, അദ്ദേഹത്തിന്റെ പാർട്ടികളിലെ അണികളുണ്ടാവാം. അവരൊരു പക്ഷേ മോദി പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് പ്രതീക്ഷിക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയാണോ? അതിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്. അത് ഈ വളരെ തെറ്റായ കാര്യങ്ങൾ പത്മകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുക. EMS എഴുതിയ ലേഖനത്തിൽ ഗാന്ധിയെയും മദനിയെയും താരതമ്യപ്പെടുത്തിയിട്ടൊന്നുമില്ല.
ഒരു ലേഖനത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് ഉള്ള പരാമർശമുണ്ടായിരുന്നു. അത് ഉചിതമായില്ല എന്ന് പാർട്ടി കണ്ടെത്തുകയും അദ്ദേഹത്തിനെതിരെ പോലും BMS പോലും ഉയർന്ന നേതാവിനെതിരെ പോലും ശാസന നടപടി സ്വീകരിക്കുകയും ചെയ്തത് ഓർമ്മിക്കണം. 2, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത് ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ്? അസംബന്ധം പറയരുത്. തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ഹോട്ടൽ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വലിയ വായിൽ നിങ്ങൾ വലിയ വായിൽ പഞ്ചനക്ഷത്രം എന്ന് പറഞ്ഞാൽ പഞ്ചനക്ഷത്രാവോ? അല്ല, നിങ്ങൾ പറ എത്ര സ്റ്റാർ ആണെന്ന്. അല്ലല്ല, അതൊരു സാധാരണ ഹോട്ടലാണ്. അത് പഞ്ചനക്ഷത്ര ഹോട്ടൽ. പിന്നെ ഇനി നിങ്ങൾ അല്ലല്ല, അത് ഒരു സാധാരണ ഹോട്ടൽ. നിങ്ങളുടെ സമ്മേളനമൊക്കെ ചേരുന്നത് പിന്നെ കുടിലായിരുന്നു. നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്, തൊഴിലാളി വർഗ പാർട്ടിയാണ്, പാവപ്പെട്ട കാര്യങ്ങളാണ് ആലോചിക്കുന്നത്, പാവപ്പെട്ട ആളുകളാണ് ആലോചിക്കുന്നത്, AC അലർജിയാണ്. മോഡി സ്പെക്സ് ഉപയോഗിച്ചത് ഫോറിനാണ്, പേന ഫോറിനാണ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഇത് നമ്മളിപ്പോ ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണല്ലോ ആ വിഷയത്തിലേക്ക് വരാം. ഗാന്ധിയൻ മൂല്യങ്ങളിലേക്ക് വരാം. അതെ, ഹർഷൻ ഇവിടെ അല്ലല്ല, മോഡി ഇതൊന്നും അറിയാത്തൊരു നിഷ്കളങ്കൻ എന്നല്ല. മോഡിയുടെ മൂക്കിന് ചുവടെയാണ് ഇവരെല്ലാം ഈ അസംബന്ധങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത്. അത് മോഡിക്ക് അതിൽ അസംതൃപ്തി ഉണ്ടെങ്കിൽ, അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയും. മോഡിക്ക് അത് തോന്നുന്നില്ല. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. മോഡി 2000 കോടി രൂപ മുടക്കിയിട്ടൊരു പ്രതിമ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രതിമ സർദാർ പട്ടേലിൻ്റെതാണ്. ഗാന്ധിജിയുടെ ജന്മനാടായിട്ടുള്ള ഗുജറാത്തിൽ ഗാന്ധിജിയുടെ പ്രതിമയല്ല ഉണ്ടാക്കുന്നത് എന്ന് ഓർമ്മിക്കണം. സർദാർ പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കിക്കോട്ടെ, 2000 കോടി മുടക്കണമെന്നുള്ളത് വേറെ വിഷയം. ഉണ്ടാക്കുന്ന പ്രതിമ മഹാത്മാഗാന്ധിയുടേതല്ല, സർദാർ പട്ടേലിൻ്റെതാണ്. അപ്പോൾ ഗാന്ധിജിയെ നിരന്തരമായിട്ട് ഇകഴ്ത്തുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ, സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. ആ സംഘപരിവാർ പ്രചാരകൻ, RSS പ്രചാരകനായിരുന്ന ആളാണ് മോഡി. അപ്പോൾ മോഡി അറിയാതെയല്ല, മോഡിയുടെ തന്നെ ഇംഗിതപ്രകാരവും അനുഗ്രഹാശിസ്സുകളോടെയും ഒരുപക്ഷെ കൽപ്പനപ്രകാരവുമാണ് ഇത് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തലത്തിലേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ട്? ഗാന്ധിജി പ്രതിനിധീകരിച്ചത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തെയാണ്. അത് RSSന്റെ മതാധിഷ്ഠിത രാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തിന് നേർവിപരീതമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ കൊല്ലുന്നത് 4ാമത്തെ വധശ്രമത്തിലാണ്. 1934 ഗാന്ധിജി സെക്യുലറിസത്തെ കുറിച്ച് പറഞ്ഞത് മുതൽ അദ്ദേഹത്തിനെതിരായിട്ട് വധശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് ഗാന്ധിജിയോടുള്ള ശത്രുതയുടെ കാര്യം. അപ്പോൾ ഇവിടെ ശത്രുത ഗാന്ധിജിയോട് വ്യക്തിപരമായിട്ട് മാത്രമല്ല, അദ്ദേഹം പ്രതിനിധീകരിച്ച മതനിരപേക്ഷ ഇന്ത്യ എന്ന ആശയത്തോടാണ്. ഇപ്പോൾ ദേശസ്നേഹത്തിന്റെ ഈ കുത്തക ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഗാന്ധിജിയെ കൊന്ന കേസിൽ 7ാം പ്രതിയാണ് സവർക്കർ. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് മാപ്പിരന്നയാളാണ്, അക്ഷരാർത്ഥത്തിൽ യാചിച്ചയാളാണ്. ഞാനിത് ആധികാരികമായിട്ട് പറയുന്നു. പത്മകുമാറിനും കൂട്ടർക്കും എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ. അടൽ ബിഹാരി വാജ്പേയി സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചിട്ടുള്ള ആളാണ്. രേഖകൾ സഹിതം ഞാനിവിടെ ആധികാരികമായിട്ട് പറയുന്നു, ഞാൻ വെല്ലുവിളിക്കുന്നു, നിയമ നടപടികൾ നിങ്ങൾ സ്വീകരിക്കൂ. രേഖകളുള്ളതാണ് ഇതിനെല്ലാം. അപ്പോൾ RSSന്റെ പാരമ്പര്യം, സംഘപരിവാറിന്റെ പാരമ്പര്യം ദേശീയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചതിൻ്റെ, സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ ഒക്കെ പാരമ്പര്യമാണ്. അതിൻ്റെ കാരണം അവര് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ അംഗീകരിക്കുന്നില്ല എന്നതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മോഡി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ പന്തളം സുധാകരൻ, ഈ ദേശീയതയുടെ പാരമ്പര്യം പൂർണ്ണമായി ഏറ്റെടുക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, അതായത് ആ നിലയ്ക്കുള്ള പ്രചാരണങ്ങളെല്ലാം ഈ കാലത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനെല്ലാം ഈ വളരെ എളുപ്പത്തിൽ ആ വിഷയത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇവർക്ക് കഴിയുന്നതിന് ഒരു കാരണം നിങ്ങളുടെ കാലത്ത്, ഭരണകാലത്ത് വന്ന ചില പാളിച്ചകൾ കൂടിയാണ്. അത് അദ്ദേഹം എണ്ണി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഈ ദേശീയ നേതാക്കളുടെ പേരുകളുടെ പട്ടികയിൽ അതല്ലെങ്കിൽ ഇപ്പോൾ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ ഈ ചിത്രങ്ങൾ ഇതിനു മുൻപ് ഈ നിലയ്ക്കൊക്കെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാദം. ഇവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഖാദി കമ്മീഷൻ്റെ കലണ്ടറിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ ചിത്രം ഒഴിവാക്കി എന്നതിനേക്കാൾ അപ്പുറമായി ഇത് കാണേണ്ടത്, ഓരോ കാലഘട്ടത്തിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, സർക്കാർ സ്ഥാപനങ്ങൾ കലണ്ടറുകളും ഒക്കെ ഇറക്കുമ്പോൾ അതിൻ്റെ അവർക്ക് ഉചിതമായ ചിത്രങ്ങൾ അതിനെ സ്വീകരിക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല.
മഹാത്മാഗാന്ധി, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി, കാര്യം ഇന്ത്യയിലെ ജനകോടികളെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരേ മനസ്സോടുകൂടി സമരരംഗത്തേക്ക് ഇറക്കുന്നതിനുള്ള ആയുധമാക്കിയ ഈ ചർക്കയും ആ ചർക്കയിൽ നൂൽ നിൽക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ജനകോടികളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഗാന്ധിജിയുടെ ചിത്രമാണ്. ആ ചിത്രത്തിന് പകരമായിട്ടാണ് ഒരുപക്ഷെ മോർഫിംഗ് പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ, അതായത് ഗോഡ്സെയുടെ അനുയായിയുടെ ചിത്രം പതിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ്, ഇത്തരം നടപടി തന്നെയാണ് ഹിറ്റ്ലറുടെ അനുയായികളും ചെയ്ത. അദ്ദേഹത്തിൻ്റെ സിപായികളും അദ്ദേഹത്തിൻ്റെ മിലിറ്ററി കമാൻഡേഴ്സുമാണല്ലോ മോഡി ഈ ഹിറ്റ്ലർക്ക് വേണ്ടി എല്ലാ കൊള്ളരുതായ്മയും ചെയ്തു വന്നത് എന്ന് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി എന്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെട്ടത്? മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കാൾ അപ്പുറം മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയതിൻ്റെ പേരിലാണ്. ആ പോരാട്ടം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതിനെ തകർത്തെറിഞ്ഞ് ഈ വർഗീയ ഫാസിസം ഉയർത്തി അതിൻ്റെ എല്ലാ ക്രൂരദംഷ്ടങ്ങളുമായി വർഗീയ ഫാസിസം അഴിഞ്ഞാടണമെങ്കിൽ തീർച്ചയായും ഗാന്ധി നിന്ന് ഉണ്ടായേ പറ്റൂ. അതിനുവേണ്ടിയാണ് ഹരിയാനയിൽ ഒരു മന്ത്രിയെ കൊണ്ട് പറഞ്ഞത്, ഞാൻ വെല്ലുവിളിക്കുന്നു, അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ആത്മാവിനോടെങ്കിലും അല്പം നീതി കാണിക്കാൻ കഴിയുമെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ആ ഹരിയാനയിലെ മന്ത്രിയെ പുറത്താക്കി കൽത്തുറങ്കിലടയ്ക്കാൻ UAPA ഇതുപോലുള്ള മന്ത്രിമാരുടെ പേരിലാണ് ചേർത്തേണ്ടത്. അതിന് ദേശവിരുദ്ധ പ്രസ്താവന എന്ന് ഒറ്റയടിക്ക് വിശേഷിപ്പിക്കാവുന്ന, അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുകയാണ്. അവിടെയാണ് രാജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നരേന്ദ്രമോദി കൂടി ആഗ്രഹിച്ചിട്ടല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഒറ്റയടിക്ക് അവസാനിപ്പിക്കാവുന്ന കാര്യം മാത്രമാണ്. മുമ്പ് ഇതുപോലെ ഈ സാക്ഷി മഹാരാജ അടക്കമുള്ള ചില സന്യാസിമാരും അവർ അത്തരം കുറേ ആളുകൾ, ആ കാവ്യവേഷധാരികളായ പലരും ഈ നിലയ്ക്കൊക്കെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ ഇടപെടൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുകൂടിയല്ലേ ഇത് തെളിയിക്കുന്നത്? ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഒരു പ്രശ്നം, അദ്ദേഹം തന്നെ അത് തിരുത്തി. അതല്ലല്ലോ ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അനവിദൂര ഭാവിയിൽ ഇന്ത്യയിലെ കറൻസികളിലും മഹാത്മജിയുടെ ചിത്രം മാറ്റി മോഡിയുടെ വെക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സംശയവുമില്ലായിരുന്നു. മാപ്പ് പറയാനല്ല തയ്യാറായിരിക്കുന്നത്. അദ്ദേഹം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആവേശമൊന്നും കൊള്ളേണ്ട രാഷ്ട്രപിതാവിനെ കുറിച്ചുള്ള ഇത്രയും ആവേശമൊന്നും കൊള്ള. ഇന്നലെ എന്നാൽ ഇന്ത്യയാണെന്ന് പ്രചരണം നടത്തിയവരാണ് ഇവര്. അന്ന് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഇല്ലായിരുന്നോ? ഇന്ത്യയുടെ കോൺഗ്രസിന്റെ മനസ്സിലില്ലായിരുന്നോ? ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. യുപിയില് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉരാൻ അക്കാഡമി ഏവിയേഷൻ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ 3 ഹോസ്റ്റലുണ്ട്. 2 പുരുഷന്മാർ ആൺകുട്ടികളുടെയും ഒന്ന് പെൺകുട്ടികളുടെയും. ഒരെണ്ണത്തിന് രാഹുൽ ഗാന്ധിയുടെ പേര്, ഒരാൾക്ക് ഒരു ഹോസ്റ്റലിൽ രാജീവ് ഗാന്ധിയുടെ പേര്, ഒരെണ്ണത്തിന് പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ ഒരു ഗവൺമെന്റ് ഹോസ്റ്റലിൽ. ഈ ആരോപണത്തിന്റെ വാസ്തവം വാസ്തവല്ല, നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പബ്ലിക്കായിട്ടല്ലേ പറയുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ആകാത്ത പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന് കൊടുത്തിട്ടുണ്ട്. ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് എന്ന മട്ടിൽ ഇവർക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റുന്നത് ഇത്തരം ചില സംഭവങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ്. രാജേഷ് പറഞ്ഞൊരു കാര്യത്തിനെ സംബന്ധിച്ച്, രാജേഷിന് ഇപ്പോൾ ഗാന്ധിയോടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനോടൊക്കെ ഭക്തി തോന്നുന്നത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, 1993 അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവ് കുഞ്ഞാമ്പു ഒരു